ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ പേര് രവി. സ്ഥലം മാവേലിക്കര നൂറനാട് ഇടപ്പോണാണ്. ഞാനിപ്പോഴീ സാക്ഷ്യം പറയുവാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്, ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ ഒരു കാരണത്തെക്കുറിച്ച് ആദ്യം സൂചിപ്പിക്കുകയാണ്. 2020 കൊറോണയുടെ അത്യന്തം വേദനാജനകമാകുന്ന സാഹചര്യങ്ങളുമായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് എൻ്റെ ജോലി എന്ന് പറയുന്നത് എനിക്ക് പന്തൽ ഡെക്കറേഷനും അതുപോലെ പെയിൻറ്റിങ്ങിൻ്റെ കോൺട്രാക്റ്റുമായിരുന്നു. ഈ സമയത്ത് ഈ 2 വർക്കും വളരെയധികം ഇല്ലാതാകുകയും വളരെ പ്രയാസത്തോടെ ഞാൻ കടന്നു പോവുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ പൈസ കടം വാങ്ങി ഒരു 10 ലക്ഷം രൂപ മുടക്കി ഒരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ് ഒരു 2-3 മാസം ആകുന്നതിന് മുമ്പ് തന്നെ ബിസിനസ് പൊട്ടിപ്പോയി. എൻ്റെ 4-5 ലക്ഷം രൂപ പെട്ടെന്ന് ഞാൻ കടക്കാരനായി. അപ്പോൾ ഈ പന്തൽ തുടങ്ങിയ വകയിലും എനിക്ക് കടമുണ്ട്. എനിക്കിതെല്ലാം കൂടെ താങ്ങാൻ വയ്യാതെ ഞാൻ വളരെ പ്രയാസത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം യാദൃശ്യമായിട്ട് ഞാൻ ഫോൺ സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ കൃപാസനത്തിൽ സാക്ഷ്യം കേൾക്കുകയാണ്. ഞാൻ ആ സാക്ഷ്യം കേട്ട് ഞാൻ എൻ്റെ പങ്കാളിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ അടുത്താണല്ലോ, ആലപ്പുഴയാണല്ലോ ഈ സംഭവം, നമുക്കിവിടെ വരെ പോകണം, മാതാവിൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓണം അടുത്ത സമയമായിരുന്നു. അതായത് 2021 സെപ്റ്റംബറിലായിരുന്നു ഈ സംഭവം. അപ്പം ഓണം അടുത്ത സമയമായതുകൊണ്ട് ഓണം കഴിഞ്ഞിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഓണം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും പങ്കാളിയും ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടിയിൽ ഞങ്ങൾ ഒന്നാമതായിട്ട് വെച്ചിരുന്ന നിയോഗം, എൻ്റെ ഭവനത്തോട് ചേർന്ന് കുറച്ച് സ്ഥലം കിടപ്പുണ്ടായിരുന്നു ഒരാളിൻ്റേത് കൊടുക്കുവാനായിട്ട്. പക്ഷേ ഈ സ്ഥലം വേറൊരാൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും പ്രയാസമാകും എന്നുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ ഇദ്ദേഹത്തിനോട് ഈ സ്ഥലം ചോദിക്കുകയും പലപ്പോഴും ഇദ്ദേഹത്തിനോട് ഞാൻ വില തരാം, എനിക്ക് തരണമെന്ന് പറയുകയും ചെയ്തപ്പോൾ അദ്ദേഹം നിരുപാധികം ഒഴിഞ്ഞു മാറി. ഞങ്ങൾ ഉടനെ കൊടുക്കത്തില്ല, ഇപ്പോൾ ഉടനെ കൊടുത്തിട്ട് ആവശ്യമൊന്നും ഇല്ല എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഉടമ്പടിയിൽ ഒന്നാമതായിട്ട് വെച്ച നിയോഗം ഈ ഭൂമിയെക്കുറിച്ചായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഭവനത്തിൽ എനിക്കും എൻ്റെ 2 മക്കൾക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. അതോടൊപ്പം എനിക്ക് കഴിഞ്ഞ ഏതാണ്ട് 10-17 വർഷമായിട്ടുണ്ടായിരുന്ന വിമ്മിഷ്ടവും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഒരു വലിയ ബുദ്ധിമുട്ട് ഞങ്ങളെ വളരെയധികം വേദനിപ്പിച്ചു. അങ്ങനെ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നതിന് ശേഷം എനിക്ക് ഈ ഉടമ്പടി പത്രം കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായി. എന്തോ എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. പത്രം കൊണ്ട് ആൾക്കാരുടെ ഇടയിൽ പോകാൻ എങ്ങനെ വല്ലതും പറയുമല്ലോ എന്നൊക്കെ ഓർത്ത് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഈ പത്രം എൻ്റെ അലമാരിക്കകത്ത് വെച്ചു. അലമാരിക്കകത്ത് വെച്ചെങ്കിലും ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുകയും അതുപോലെ ഇവിടുന്ന് കൊണ്ടുപോയ ഉപ്പും തേനും ഉപയോഗിക്കുകയും തേന് ഉപയോഗിക്കുകയൊക്കെ കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയിലൊന്നും മുടക്കം വരുത്തിയിട്ടില്ല. രാവിലെയും വൈകിട്ടും കൃത്യമായി പ്രാർത്ഥിക്കും. അങ്ങനെ 2ാമത്തെ ഉടമ്പടി പുതുക്കി ഇവിടെ വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയിട്ടും ഞാൻ ആ പത്രം അതുപോലെ അലമാരിക്കകത്ത് വെച്ചിരുന്നു എന്നുള്ളതാണ്. ഞാൻ ആർക്കും കൊടുക്കാൻ തയ്യാറായില്ല. പിന്നെ ചിലരോടൊക്കെ ഞാൻ പറയുമായിരുന്നു മാതാവിനെക്കുറിച്ച്. എന്നാൽ ഈ പത്രം കൊടുക്കുവാനോ കാരുണ്യപ്രവൃത്തി ചെയ്യുവാനോ ഒന്നിനും എനിക്ക് പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2022 അതേ സെപ്റ്റംബറിൽ തന്നെ ഓണത്തിൻ്റെ ഉത്തരാടത്തിൻ്റെ അന്ന് ഞാനിതുപോലെ എനിക്ക് പന്തലിൻ്റെ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഞാൻ രാവിലെ 7 മണിയായപ്പോൾ പന്തലും കയറ്റി പോയിട്ട് രാത്രി 9:30 ആയപ്പോഴാണ് ആ പന്തൽ തീർന്നു. ഞാൻ വീട്ടിൽ വരുമ്പോൾ എൻ്റെ പങ്കാളി മോനെയും എടുത്തുകൊണ്ട് ഞാൻ കയ്യിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പറ്റി എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോൻ്റെ തലയിലൊരു മുഴയുണ്ട്. ഞാൻ ചോദിച്ചു, മുഴയോ? എങ്ങനെ വന്നു? അത് മറിഞ്ഞു വീണോ? ഇല്ല, എങ്ങും വീണില്ല, എങ്ങും തട്ടിയതുമില്ല. പക്ഷേ എനിക്കറിയത്തില്ല, വൈകുന്നേരത്ത് ഞാൻ തല കുളിപ്പിച്ച് തോർത്തിയപ്പോഴാണ് എൻ്റെ കൈ മുഴ തടഞ്ഞത്.
ഞാൻ പെട്ടെന്ന് ഈ കുഞ്ഞിൻ്റെ തല നോക്കിയപ്പോൾ നല്ലൊരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിലാണ് ആ മുഴ കാണുന്നത്. ഓണം അടുത്ത സമയമായതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അതിനെക്കുറിച്ചൊരു വിഷമത്തോടോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ആകുലതയോടെ ഒന്നും പറയുവാൻ തയ്യാറായില്ല. എല്ലാവർക്കും വിഷമവും പ്രയാസമൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു, ഇപ്പം നാളെ ഓണമല്ലേ, നമ്മളിപ്പോഴേ ഡോക്ടറെ കാണാൻ പോയാൽ ഡോക്ടർമാരൊന്നും കാണത്തില്ല, ഇതെവിടെയും നേരത്തെ വീണതിൻ്റെ വല്ല ബ്ലഡ് വല്ലതും കട്ടിയായി കിടന്നത് കൊണ്ടുണ്ടായ മൊഴിയോ വല്ലതും ആയിരിക്കും, നമുക്ക് ഓണം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു. പക്ഷേ അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് വളരെയധികം വേദന എൻ്റെ മനസ്സിലുണ്ടായി. ഞാൻ കുളി കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്ന് പ്രാർത്ഥിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അമ്മ ഇതെനിക്ക് തന്നാൽ മതിയായിരുന്നു, ഞാനത് സഹിച്ചേനെ. പക്ഷേ ഈ കുഞ്ഞിന് ഇത് കൊടുത്തത് എനിക്കൊരിക്കലും താങ്ങാൻ വയ്യ. അതുകൊണ്ട് ഞാനിവനെ ഒരിടത്തും കൊണ്ടുപോകത്തില്ല, ഒരു ഹോസ്പിറ്റലിലും കൊണ്ടുപോകത്തില്ല. ഇവനെ ഞാൻ അമ്മയെ ഏൽപ്പിക്കുക, അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് ഞാൻ തൈലമെടുത്ത് പ്രാർത്ഥിച്ച് കുഞ്ഞിൻ്റെ തലയിലെ മുഴയ്ക്ക് തൂത്തു. നേരം വെളുത്ത് അതുപോലെ ഞാൻ 4 മണിയായി എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനായിട്ട് കുളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് എനിക്ക് തോന്നി കുഞ്ഞിൻ്റെ തലയിൽ നോക്കാമെന്ന്. ഞാൻ കുഞ്ഞിൻ്റെ തലയിൽ തൊടുമ്പോൾ കുഞ്ഞിനൊരിക്കലും അങ്ങനൊരു സംഭവം ഉണ്ടായ പാടുപോലും ഇല്ലാതെ അതേ പൂർണ്ണമായി അപ്രത്യക്ഷപ്പെട്ടു. എൻ്റെ ഒന്നാമത്തെ ഒരു മാതാവ് തന്ന വലിയ അനുഗ്രഹമാണത്. അതിനുശേഷം രണ്ടാമതായിട്ട് അതിനുശേഷം ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മകളെ +2 പഠിക്കുകയാണ്. അപ്പോൾ പന്തളത്ത് സ്കൂളിലേക്ക് പഠിക്കാൻ പോകാനായിട്ട് ഞങ്ങൾ ബസ് കയറാനായിട്ട് ഞങ്ങൾ അടുത്ത ഒരു ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ മോളുടെ കൂടെ പഠിക്കുന്ന വേറൊരു കുട്ടിയുണ്ട്. അവരിങ്ങനെ ബസ് കയറാനായിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ബൈക്കിൽ ഭാര്യയും ഭർത്താവുമായിട്ട് ഇങ്ങനെ സ്പീഡിൽ വരികയും അടുത്ത് വന്നപ്പം ഒരു പട്ടി ഇങ്ങനെ കുറുക്ക് ചാടി ഈ ബൈക്ക് വന്ന് ആ പട്ടിയെ ഇടിച്ചു. പട്ടി തെറിച്ചു പോയി. ഈ ബൈക്ക് അവിടുന്ന് തെറിച്ച് നിരങ്ങി വന്ന് എൻ്റെ അടുത്ത് നിന്ന മകളുടെയും കാലയിൽ ഇടിച്ച് എൻ്റെ മോള് 11 മീറ്ററോളം ദൂരെ പോയി തെറിച്ചു വീണു. അടുത്ത് നിന്ന മോളും അതുപോലെ മറിഞ്ഞു വീണു. പക്ഷേ ഈ വണ്ടി ഓടിച്ച് വന്ന 2 പേർക്കും കൂടെ ഉണ്ടായിരുന്ന ആ മോക്കും വളരെ വലിയ മുറിവാണ് സംഭവിച്ചത്. 10-12 സ്റ്റിച്ച് വരെ ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷേ എൻ്റെ മോളെ കൊണ്ടുവന്നു ഒരു പോറൽ പോലും മോക്കുണ്ടായിരുന്നില്ല. അത്ര അത്ഭുതകരമായിട്ടാണ് മാതാവ് എൻ്റെ കുഞ്ഞിനെ കാത്തത്. അതിനുശേഷം എനിക്കുണ്ടായ 3ാമത്തെ അനുഭവം, ഞാൻ ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ തന്നെ 1ാമതായിട്ട് വെച്ചിരുന്ന നിയോഗമായിരുന്നു ഭൂമിയെക്കുറിച്ച് പറഞ്ഞത്. അതിനുശേഷം ഈ അനുഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ പ്രയാസമുണ്ടായി. എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയടാ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൃപാസനത്തിൽ ചെന്നപ്പോൾ അച്ഛൻ പറയുകയുണ്ടായല്ലോ, ഉടമ്പടി എടുത്തവർ പത്രം കൊണ്ടുവന്ന് അലമാരിക്കകത്തും പുത്തിലും മൂലയിലുമൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്, അവർക്കൊന്നും അനുഗ്രഹം ഉണ്ടാകത്തില്ല എന്ന് അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോഴും ഞാനിത് കേട്ടിട്ട് മനസ്സിൽ എനിക്ക് വളരെ പ്രയാസം തോന്നി. അപ്പോൾ ഞാനിവിടുന്ന് പോയി എനിക്ക് തോന്നി, ഞാനിത് ചെയ്തില്ലെങ്കിൽ എനിക്ക് തന്നെ ഇത് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഈ പത്രം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ പത്രം കൊടുക്കുകയും എല്ലാവരോടും മാതാവിനെക്കുറിച്ച് പറയുകയും അനേകർ ഈ കൃപാസനത്തിൽ വരികയും ചെയ്തു. അതിനോടൊപ്പം ഞാനൊരു കാര്യം കൂടെ ഇതിനിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ്. ഒരാൾ ഗൾഫിലായിരുന്ന അദ്ദേഹം 66 വയസ്സായെന്നും പറഞ്ഞ് അദ്ദേഹത്തെ ഗൾഫിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പത്രം കൊണ്ടു കൊടുത്തു. അദ്ദേഹം പത്രം കൊടുക്കാൻ ചെന്നപ്പം എന്നോട് അദ്ദേഹത്തിൻ്റെ ഗൾഫിലെ അനുഭവങ്ങളും പ്രയാസങ്ങളും പങ്കുവെച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ ഈ പത്രം വായിക്കുക, ചേട്ടൻ കൃപാസനത്തിൽ പോകാൻ പറഞ്ഞു. അദ്ദേഹം കൃപാസനത്തിൽ പോകാൻ പറഞ്ഞു. എന്നോട് ഒത്തിരി ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു. ഞാനിപ്പോൾ അത് ദീർഘമായിട്ട് പറയാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ അത്രത്തെ ദീർഘത്തിലേക്ക് കിടക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ചേട്ടൻ ഈ പത്രമായിട്ട് കൃപാസനത്തിൽ പോകണം. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ചെന്നാൽ മാതാവ് എൻ്റെ കാര്യത്തിൽ ഇടപെടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയുന്നു, മാതാവ് ചേട്ടനെപ്പോലെയും എന്നെപ്പോലെയും ആയിരക്കണക്കിന് ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഇടപെട്ടിട്ടുള്ള മാതാവാണെന്ന് അവിടുത്തെ സാക്ഷ്യം വ്യക്തമായിട്ട് ചേട്ടന് കേൾക്കണമെങ്കിൽ മൊബൈലെടുത്ത് ഞാൻ അദ്ദേഹത്തിന്
കൃപാസനത്തെക്കുറിച്ച് അടിച്ച് കാണിച്ചു കൊടുത്തു. അദ്ദേഹം വായിച്ചു. അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞു, അന്ന് പറയുകയാണ്, രവി, ഞങ്ങളൊരു തീരുമാനമെടുത്തു, നാളെ ഞാനും വൈഫും കൂടെ കൃപാസനത്തിൽ പോകുമെന്ന്. അദ്ദേഹം പിറ്റേ ദിവസം കൃപാസനത്തിൽ വന്നിട്ട് അദ്ദേഹം 10-11 ആയപ്പോഴത്തേക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ചേട്ടാ കൃപാസനത്തിൽ പോയില്ലേ എന്ന് പറഞ്ഞു. ഞാൻ പോയി രവി. അല്ല, പ്രാർത്ഥിച്ചതൊന്നുമില്ലേ? ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ പ്രയാസമൊക്കെ മാതാവിനോട് എനിക്കറിയാവുന്ന പോലെ പറഞ്ഞെന്ന് പറഞ്ഞു. അതിൽ കാര്യമൊന്നുമില്ല രവി, എനിക്ക് 66 വയസ്സായില്ലേ, എന്നെ സൗദിയിൽ നിന്ന് പറഞ്ഞു വിട്ടത്, ഇനി എന്നെ ആരും വിളിക്കത്തൊന്നുമില്ല. പിന്നെ രണ്ടാമത് എന്നോടൊരു വിഷയം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മോള് ഇതുപോലെ നിശ്ചയം കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ആ വിവാഹത്തിൽ നിന്ന് അച്ഛൻ മാറണമെന്ന് പറയണം അവരെ വിളിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ അതല്ലെങ്കിൽ അച്ഛനൊരു ബുദ്ധിമുട്ടാണ് ഞാനെന്ന് അച്ഛന് തോന്നിയാൽ അത് അച്ഛൻ എന്നോട് പറയണം എന്ന് ആ മകള് അദ്ദേഹത്തിനോട് പറയും. അദ്ദേഹം അതിൽ വളരെയധികം വേദനപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ചേട്ടൻ പോയി ഈ 2 വിഷയവും മാതാവിന് കൊടുക്കുക, മാതാവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കൃപാസനത്തിൽ വന്നു, അമ്മയോട് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ചേട്ടനെയും ഒരു 4 അപ്പം ഞാൻ അതിനുശേഷം അദ്ദേഹത്തിന് എല്ലാ ദിവസവും ബന്ധപ്പെടുമായിരുന്നു ഫോണിലൂടെ. ഞാൻ എന്നും വിളിച്ച് പ്രാർത്ഥനയെക്കുറിച്ചും പ്രാർത്ഥന തുടരണമെന്നും അതിനകത്ത് നിരുത്സാഹപ്പെടരുതെന്നൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ എപ്പോഴും പ്രചോദനം കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം ചോദിച്ചു, ചേട്ടാ ഇനി എത്ര ദിവസമുണ്ട് ചേട്ടൻ്റെ പാസ്പോർട്ട് വിസയുടെ ഇത്? അപ്പോൾ പറഞ്ഞു, രവി ഇനി ഒരു 15 ദിവസം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 15 ദിവസം ഉണ്ടല്ലോ, ചേട്ടൻ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്കെല്ലാം ഞാൻ ദിവസം വിളിക്കുമ്പോഴും ഇദ്ദേഹം വളരെ നിരാശയോടായിരുന്നു എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്, നടക്കത്തില്ല, ഇനി ഒന്നും നടക്കത്തില്ല, ആകത്തില്ല എന്ന്. അങ്ങനെ ഇരുന്നു. ഈ 15 ദിവസം തീരുന്നതിന് 3 ദിവസത്തേക്ക് മുമ്പ് അദ്ദേഹത്തിനെ കമ്പനി തിരിച്ചു വിളിച്ചു. അദ്ദേഹം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് പോയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ആ കുടുംബത്തിലെ എല്ലാവരും എല്ലാ മാസത്തിലും കൃപാസനത്തിൽ വരുന്നുണ്ട്. ആ കുടുംബത്തിൽപ്പെട്ട അനേകർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ ഒരു കുടുംബത്തെ മാത്രമേ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. അങ്ങനെ അനവധി കുടുംബങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അനവധി അനുഭവങ്ങൾ അവർക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പിന്നെ മൂന്നാമതായിട്ട് ഞാൻ ചെയ്തൊരു കാര്യം, ഈ പത്രമൊക്കെ കൊടുത്തെങ്കിലും ഈ കാരുണ്യപ്രവൃത്തിയോടെ ഞാൻ തീരെ സഹകരിച്ചില്ലെന്നല്ല, പലർക്കും ഞാൻ എൻ്റെ കയ്യിലുള്ളതനുസരിച്ച് സാമ്പത്തികമൊക്കെ പലർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതലൊരു സന്തോഷമുണ്ട്, ഞാൻ അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് ഇതുപോലെ ഈ പത്രമൊക്കെ കൊടുത്തതിന് ഇങ്ങോട്ട് ഇറങ്ങി വരാനായിട്ട് നിൽക്കുമ്പോൾ ഒരു സഹോദരി പുള്ളിക്കാരിയുടെ ഭർത്താവിനെയും താങ്ങി പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ കൂടി ഇതിന് പോകുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് ചോദിച്ചു, എന്തു പറ്റി, എന്താണ് ഇദ്ദേഹത്തിന്? അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞൊരു 4 വർഷത്തിന് മുമ്പ് ഇതുപോലെ ആക്സിഡൻറ്റ് ഉണ്ടായതായിരുന്നു. അതിനുശേഷം അന്ന് ഡോക്ടർ പറഞ്ഞതായിരുന്നു അടുത്ത 3 വർഷത്തിന് ഉള്ളിൽ ഇദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് നടക്കാനൊക്കെ അതാകും. അപ്പോൾ ആ ഒരു സ്റ്റേജ് വരുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് പറയുവാണ്, നീ പോയി മെഡിസിൻ മേടിക്കുന്നു. അപ്പം പുള്ളിക്കാരി വളരെ വേദനയോട് പറയുന്നു, അത്രയും മേടിക്കാൻ മെഡിസിന് പൈസ തികയത്തിരുന്നു. അപ്പം ഞാൻ പുള്ളിക്കാരോട് ചോദിച്ചു, സഹോദരി എത്ര രൂപ മെഡിസിൻ മേടിക്കാൻ? അപ്പോൾ പറഞ്ഞു 300 രൂപ ആകും ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന പോയി മെഡിസിൻ മേടിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ പൈസ എടുത്ത് കൊടുത്തു. അവർ മെഡിസിൻ മേടിച്ചുകൊണ്ട് വന്നപ്പം എൻ്റെ ഇപ്പോൾ പത്രം ഞാൻ എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ എൻ്റെ പത്രം ഇരിപ്പില്ല ആ സമയത്ത്. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, വീട് എവിടെയാണെന്ന് ചോദിച്ചു. ഇന്നടത്താണെന്ന് പറഞ്ഞു. അപ്പം കൃത്യമായ അഡ്രസ്സും പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നിട്ട് ഒരു പത്രം വരുന്നു. ഈ പത്രം എടുത്തുകൊണ്ട് ഞാനിവിടെ ചെല്ലുമ്പോൾ അതൊരു മുസ്ലിം കുടുംബമായിരുന്നു. ഞാൻ പത്രം കൊടുത്തു. ഞാൻ അവരോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. അടുത്ത 4 ദിവസത്തിനുള്ളിൽ അവരിവിടെ വരുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. വന്നു എന്തോന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഇത് കൂടാതെ പത്രം അടൂർ ഹോസ്പിറ്റലിൽ വീണ്ടും കൃപാസനത്തിൽ വരികയും പത്രം വാങ്ങി കൊണ്ടുപോവുകയും ചെയ്തു. പത്രം ഞാൻ ഒരു മുടക്കവും കൂടാതെ കൊടുക്കുകയും എല്ലാവരോടും മാധവനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ഞാൻ വളരെ ഇതായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴേ ഞാൻ ഈ അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പത്രം കൊണ്ട് ചെന്ന് പത്രം കൊടുക്കാനായിട്ട് ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഈ ആസ്മ രോഗിയുടെ ഇടയിലേക്കാണ് എനിക്ക് കടന്നു ചെല്ലാനായിട്ട് താല്പര്യം തോന്നിയത്. അപ്പം ഞാൻ ഈ ചോറ് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഈ ആസ്മ രോഗികൾ വളരെ വേദനയോടും പ്രയാസത്തോടും ഒക്കെ വന്ന് ഈ പത്രം എൻ്റെ നിന്ന് മേടിക്കുമ്പോൾ ഞാനിത് നോക്കി കരഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് അത്ര വിഷമം തോന്നി. ഈ ഭക്ഷണം മേടിക്കാൻ അവർക്ക് വയ്യ, അത്രമാത്രം അവരുടെ വിമിഷ്ടത്തോടെ വന്ന് പത്രം മേടിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ടുണ്ട്. ഈ പത്രം കൊടുത്തിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ
ഞാൻ ദൂരെ മാറി നിന്ന് കരഞ്ഞിട്ടുണ്ട് അവരെ കണ്ട്. പക്ഷേ അടുത്ത കാലത്താണ് ഞാൻ അറിയുന്നത്, ഞാൻ അവരുടെ ഇടയിലിരുന്ന് മാതാവിനെ വിളിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ 18 വർഷമായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരുന്ന എൻ്റെ വിമ്മിഷ്ടം പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി. പിന്നെ എനിക്ക് സംഭവിച്ചത്, ഞാൻ ആദ്യം പറഞ്ഞ വസ്തുവിൻ്റെ കാര്യമാണ്. ആ വ്യക്തി എൻ്റെ അടുത്ത് വന്ന് വസ്തു തരാമെന്ന് ഇങ്ങോട്ട് പറയും. അപ്പം ഞാൻ അന്നേരം എൻ്റെ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വസ്തു എത്ര വേണമെന്ന് വെച്ചാൽ നിനക്ക് ഞാൻ തരാം, നീ ആദ്യം എനിക്ക് കുറച്ച് പൈസ തന്നാൽ മതി എൻ്റെ ഒരു അത്യാവശ്യത്തിന്, അതിനുശേഷം നീ പലപ്പോഴായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, വേണ്ട, എനിക്ക് കടം വേണ്ട, എനിക്ക് ഇത്ര സെൻറ്റ് സ്ഥലം മതി, അതിൻ്റെ പൈസ ഇപ്പോൾ ഉണ്ട്, ബാക്കി ഞാൻ പിന്നീട് എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ തരത്തില്ല എന്ന് പറഞ്ഞ വസ്തു എനിക്ക് മാതാവ് മേടിച്ചു തന്നു. അതുപോലെ തന്നെ മാതാവ് ഇവിടുന്ന് കൊണ്ടുപോയ ഉപ്പും തൈലവും തേനും ഉപയോഗിച്ചതിൻ്റെ ഫലമായി എൻ്റെ 2 മക്കളുടെയും അലർജി രോഗം പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ സാക്ഷ്യം നിർത്തുകയാണ്. ഉടമ്പടി എന്തും ആഗ്രഹിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2:15 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു എന്ന് അപ്പസ്തോലന്മാർ പറയുന്നതാണ്. അപ്പോൾ തീർച്ചയായും ഇവിടെ ഏത് ജാതിയെന്നോ മതമെന്നോ ഇതൊന്നുമില്ല. ഈ മകൻ പറഞ്ഞ സാക്ഷ്യങ്ങളിലൊക്കെ വ്യക്തമാണ് എങ്ങനെ ജീവിക്കുന്ന അമ്മ ഈ മകൻ്റെ കാര്യത്തിൽ ഇടപെട്ടു. ഈ മകൻ എത്രയോ പേർക്കാണ് മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ആദ്യം 6 കെട്ട് പത്രമാണ് അലമാരിയിൽ കൊണ്ടുപോയി വെച്ചിരുന്നത്, കൊടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട്. എന്നാൽ പിന്നീട് അങ്ങോട്ട് തൻ്റെ ജീവിതത്തിൽ ഒരു ജ്വലിക്കുന്ന ഒരനുഭവത്തോടെ പിന്നീട് എങ്ങനെ ഈ മകൻ അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും അതുപോലെ മറ്റ് ഓരോ ഹോസ്പിറ്റലുകളിൽ, പന്തളം ഹോസ്പിറ്റൽ, പിന്നെ അങ്ങനെ ഓരോ സ്ഥലത്തും ഈ മകൻ പിന്നീട് എങ്ങനെയാണ് ഈശോയ്ക്ക് സാക്ഷിയാകുന്നത്. അതുകൊണ്ടാണ് തിരുവചനം പറയുക, ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു എന്ന്. കർത്താവിൻ്റെ മനസ്സറിയുവാനായിട്ട് നാം അതിന് നമുക്ക് ആകണമെങ്കിൽ നമുക്ക് ആ കർത്താവിൻ്റെ ഇഷ്ടത്തോട് ചേർന്ന് നിൽക്കണം. അതാണ് അവൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന ഉടമ്പടി വചനം. ഈ അവൻ പറഞ്ഞതുപോലെ ചെയ്യുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളിലും വളരെ ചിട്ടയും കൃത്യതയും നമുക്കുമുണ്ടാകും. നാമും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തും. പിന്നീട് ഉടമ്പടി നിബന്ധനകൾ നമുക്കൊരു ഭാരമാവില്ല. അത് ഈശോയെ പ്രഘോഷിക്കുന്നതിനുള്ള ഒരു ചാലക ശക്തിയായിട്ട് തന്നെ മാറുമെന്നുള്ളതാണ് ഇവിടെ കാണുവാൻ കഴിയുക. തൻ്റെ 18 വർഷമായ അലർജി, തൻ്റെ മക്കളുടെ വർഷങ്ങളായിട്ടുള്ള അലർജി, തൻ്റെ മകന് ആദ്യമേ തന്നെ എങ്ങനെയാണ് രോഗസൗഖ്യം ലഭിക്കുന്നത്. താൻ ആഗ്രഹിച്ചതൊക്കെ തനിക്ക് ലഭിച്ചു, താൻ വെച്ച നിയോഗങ്ങളൊക്കെ തനിക്ക് ലഭിച്ചു. ഈ മകൻ ഇത് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കും നാം ചിന്തിക്കണം, നാം എവിടെ നിൽക്കുന്നു, ക്രിസ്തുവിൻ്റെ മനസ്സ് അറിഞ്ഞാണോ നാം ഇന്ന് ജീവിക്കുന്നതെന്ന്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലിൻഡ മനോജ്, എളമക്കരയിൽ നിന്നാണ് വരുന്നത്. ഹസ്ബൻഡിൻ്റെ പേര് മനോജ്, മകളുടെ പേര് നിവിന. ഞാൻ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ വലുതും ചെറുതുമായ അനുഗ്രഹങ്ങളെ പറ്റിയുള്ള സാക്ഷ്യമാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് എനിക്കൊരു വീട് വെക്കണമെന്നുള്ളൊരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഓരോ പേപ്പർ മൂവ് ചെയ്യുമ്പോഴും എനിക്ക് കൂടുതലായിട്ട് തടസ്സങ്ങളാണ് നേരിടേണ്ടി വന്നത്. അപ്പോൾ എൻ്റെ അനിയത്തിയാണ് എന്നോട് പറഞ്ഞത്, ഇവിടെ കൃപാസനം എന്നുള്ളൊരു മാതാവുണ്ട്, അവിടെ ചെന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യവും സാധിച്ചു കിട്ടും, അത്രയും അനുഗ്രഹമുള്ള മാതാവാണ് എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം അത് തിരസ്കരിക്കുകയാണ് ചെയ്തത്. കാരണം മാതാവ് എല്ലായിടത്തും ഒരുപോലെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ എനിക്ക് അത് അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. എങ്കിലും എൻ്റെ അമ്മയുടെയും അനിയത്തിയുടെയും നിർബന്ധപ്രകാരം ഞാനിവിടെ പള്ളിയിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു, നിയോഗം എഴുതിയിട്ട്, എന്നിട്ട് തിരികെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥനയിലും ഉടമ്പടി പ്രാർത്ഥനയിലൊക്കെ ഭക്തിപൂർവ്വം ആരംഭിച്ച് പോന്നു.
ഒരു ദിവസം 2019 ആണ്ടിലാണ് ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത്, മാർച്ചിൽ. ആ ദിവസം വന്ന് പ്രാർത്ഥിച്ച് പോയതിൻ്റെ ശേഷം മാർച്ച് 26 സന്ധ്യാപ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മാതാവിൻ്റെ രൂപത്തിൻ്റെ ബാക്കിലായിട്ട് ഒരു മാതാവിൻ്റെ ഷെയ്ഡ് പോലെ ഞാനിങ്ങനെ കണ്ടു. അപ്പോൾ വീട്ടിൽ എൻ്റെ അനിയത്തിയും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞ് നിനക്ക് തോന്നണതാന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ കണ്ണെടുക്കും, വീണ്ടും കണ്ണ് തുറക്കും. അപ്പോഴൊക്കെ മാതാവിൻ്റെ രൂപം ഇങ്ങനെ ഷെയ്ഡ് പോലെ ഇങ്ങനെ തെളിഞ്ഞ് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ കൂടെയുണ്ട്. അങ്ങനെ വിശ്വാസപൂർവ്വം എല്ലാ ദിവസവും മുടങ്ങാതെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന രാവിലെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് എല്ലാം അങ്ങനെ ചെയ്തു പോകുന്നതിൻ്റെ ഫലമായിട്ട് സെപ്റ്റംബർ മാസം പരിശുദ്ധ മാതാവിൻ്റെ ജനന തിരുനാളിനോടനുബന്ധിച്ച് എനിക്ക് പുതിയ ഭവനത്തിലേക്ക് കയറാനായിട്ട് സാധിച്ചു. ഇത് മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ ഇനി രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് മോൾക്ക് കിട്ടിയ വലിയ അനുഗ്രഹത്തെ പറ്റിയാണ്. ഡിസംബർ മാസം, അതായത് 2019 ഡിസംബർ മാസം ഒരു 14 തീയതി ആയപ്പോഴത്തേക്കും മോൾക്ക് ശക്തമായ പനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ മഞ്ഞുമൽ ചെന്ന് കാണിച്ചപ്പോൾ തിരിച്ച് വന്ന് മരുന്നും മെഡിസിനൊക്കെ മേടിച്ച് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ആൾക്കൊരു ചെറിയ രീതിയിൽ ആക്സിഡൻറ്റ് വന്നപ്പോൾ ചെറുതായിട്ട് കാലൊന്ന് ഇഞ്ചുറി പറ്റുകയോ ചെയ്തത്, വേറെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. എന്നിരുന്നാലും അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആക്സിഡൻ്റ് ഒരു പേഷ്യൻറ്റിനെ നേരിൽ മോള് കണ്ടു. അതേ തുടർന്ന് കുട്ടിക്ക് പിറ്റത്തെ ദിവസം മുതൽ, അതായത് പോകെ പിന്നെ കുട്ടിയുടെ മാനസികാവസ്ഥ വളരെ മോശമായി, ബിഹേവിയർ മോശമായി, മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, വെറുതെ ഇരുന്ന് ചിരിക്കുന്നു, വായിങ്ങനെ ഒരു വശത്തേക്ക് കൂടിപ്പോകുന്നു. അപ്പം ഞങ്ങൾക്കും ആകെ ടെൻഷനായി. എന്നിട്ട് പിന്നീട് ഒരു ഡിസംബർ മാസം 27 തീയതി ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് മോക്കൊരു ഫിറ്റ്സ് പോലെ വരികയാണ് ചെയ്തത്. വേഗം തന്നെ മഞ്ഞം ഹോസ്പിറ്റലിൽ തന്നെ വീണ്ടും ഞാനും എൻ്റെ ഹസ്ബൻഡും അനിയനും അമ്മയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പറഞ്ഞു ഏതെങ്കിലും ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇപ്പം നിലവിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. CT സ്കാൻ എടുക്കുകയാണെങ്കിൽ തന്നെ ആൾക്ക് ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്താൽ ഉറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ അതിനകത്ത് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആശ്വസിപ്പിച്ചിട്ട് വിട്ടതിന് ശേഷം അന്ന് തന്നെ രാത്രി വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് വീണ്ടും കൂടിയ അളവിൽ വീണ്ടും ഒന്നുകൂടി ഫിറ്റ്സ് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് MRI എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ MRI റിപ്പോർട്ട് വന്നപ്പോൾ NMD എൻസെഫലിറ്റിസ് എന്നുള്ള വിവരമാണ് അറിയുന്നത്. അതിനുശേഷം ഇവിടെ നിന്നിപ്പോൾ അത്രയും ആരോഗ്യത്തോടെ പോയ ആൾ പിന്നീട് കോമ സ്റ്റേജിലേക്കാണ് പിന്നെ തിരിച്ചു വരുന്നത്. മിണ്ടുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ശ്വാസം മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ മനോനില ആകെ തെറ്റിപ്പോയി. ICUവിൻ്റെ വാതിക്കലിരുന്ന് ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അനിയത്തി എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, നീ മാതാവിനോട് ശരിക്കും പ്രാർത്ഥിക്ക്, എല്ലാം മാറിത്തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവിനോട് പ്രാർത്ഥിക്കുമെന്ന് പറയണ കൊച്ച് എന്ന് വെച്ചാൽ നിരന്തരം പ്രാർത്ഥിക്കുന്ന കൊച്ചിൻ്റെ വായാണ് അടഞ്ഞു പോയത്. നീ ഏത് മാതാവിനോടാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെയധികം ഷൗട്ട് ചെയ്ത് ICUയുടെ മുമ്പിൽ ഇരുന്നിട്ട് എനിക്ക് വളരെ സങ്കടവും വന്നു. അപ്പോൾ അവൾ പറഞ്ഞ്, എടി നീ മാതാവിനോട് പൂർണ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ വളരെയായിട്ട് എതിർത്ത് വീണ്ടും ശക്തിയായിട്ട് പറഞ്ഞിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ കരഞ്ഞൊക്കെ കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോഴത്തേക്ക് എനിക്ക് മാതാവിൻ്റെ, അതായത് വ്യാകുല മാതാവിൻ്റെ രൂപവും കുരിശിൽ മരിച്ചു കിടക്കുന്ന യേശുവിൻ്റെ രൂപമാണ് എൻ്റെ മുമ്പിൽ തെളിയുന്നത്. പിന്നീട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ വേഗം തന്നെ മാതാവിനോട് ക്ഷമ ചോദിച്ചു, മാതാവേ എന്നോട് ക്ഷമിക്കണം. ഞാൻ മാതാവിനെ പറഞ്ഞു. അത് എൻ്റെ ഒരു മാനസികാവസ്ഥ അപ്പോൾ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് മാതാവ് എന്നോട് ക്ഷമിക്കണം, എൻ്റെ കുഞ്ഞിനോട് ക്ഷമിക്കണം. ഞാൻ എന്തെങ്കിലും പാപം ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ മാതാവിനെ കരഞ്ഞ് മാപ്പ് പിടിച്ച് അപേക്ഷിക്കണേ, എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ കുഞ്ഞിനെ പൂർണ്ണമായിട്ട് തിരിച്ചറിയണ മാതാവിൻ്റെ മുമ്പിൽ നടയിൽ വന്ന്, കൃപാസന മാതാവിൻ്റെ മുമ്പിൽ നടയിൽ വന്നിട്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് നേർന്നു. അങ്ങനെ 2 ആഴ്ചയോളം ആൾ ഐസിയുലായിരുന്ന സമയത്ത് തന്നെ ഒരു ദിവസം പനി വന്ന് കൂടിപ്പോയിട്ട് ഓക്സിജൻ ലെവൽ താഴ്ന്നു പോവുകയും പ്രഷർ ലെവൽ കൂടിപ്പോവുകയും ചെയ്ത് അങ്ങനെ ഒരു വശം മൊത്തം സ്റ്റിഫായിപ്പോയി. അതായത് വലത് കൈയും കാലും ചലിക്കാണ്ടായി എന്ന് വെച്ചാൽ വളരെയധികം ബലം വന്നുപോയി. അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞ്, ഇപ്പോൾ എടുത്തേക്കുന്ന ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലം കാണുന്നില്ല, നമുക്ക് സെക്കൻഡ് ഓപ്ഷനായിട്ട് പ്ലാസ്മ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ
അത്ര അതങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് തീരുമാനിച്ചില്ല. സെക്കൻഡ് ഓപ്ഷനായിട്ട് ആസ്റ്ററിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞ് അങ്ങനെ ആസ്റ്റർ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ ടൈം ആയതുകൊണ്ട് തന്നെ വേറെ ആരും അകത്തേക്ക് കയറ്റില്ല. കുട്ടിയുടെ ഒപ്പം ഒരു ബൈസ്റ്റാൻഡർ മാത്രമേ ഉണ്ടാവുള്ളായിരുന്നു. അപ്പോൾ എന്നെയാണ്, ഞാനും കൊച്ചു മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആസ്റ്റർ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും എനിക്കും വളരെ ടെൻഷനായി. കാരണം വലിയ ഹോസ്പിറ്റൽ, നമ്മളിത് ഇതുവരെ ഇന്നേവരെ കണ്ടിട്ടില്ല, പരിചയമില്ലാത്ത മുഖങ്ങൾ. നേരത്തെ എന്ന് വെച്ചാൽ മെഡിക്കൽ ട്രസ്റ്റിൽ ഹോസ്പിറ്റലിൽ ഹസ്ബൻഡെങ്കിലും കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ ആരും എൻ്റെ കൂടെയില്ല. ഞാൻ തളർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല, ഛർദ്ദിക്കാൻ വരുന്നു, വയറിളക്കം വരുന്നു. ഞാൻ ആകെ അങ്ങോട്ട് ഡെസ്പായി പോയി. അപ്പോൾ എൻ്റെ അടുത്ത് സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ചേച്ചിയുടെ BP ലെവൽ കുറവാണ്, ചേച്ചി സൂക്ഷിക്കണം, എന്തിനും കഞ്ഞിവെള്ളം എന്തെങ്കിലും ഉപ്പിട്ട് മേടിച്ച് കുടിക്കുന്നൊക്കെ പറഞ്ഞു. എങ്കിലും നമുക്ക് കുട്ടീനോടായിട്ട് മിങ്കിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടീനോട് സംസാരിക്കണം, അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഇതൊന്നും എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ ആസ്റ്റർ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് നീ മാത്രമേ ഉള്ളൂ, എൻ്റെ കൊച്ചിന് നീ മാത്രമേ ഉള്ളൂ, മാതാവ് ഇറങ്ങി വരണം, എൻ്റെ കൊച്ചിനെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നേരം ആ കട്ടിലിൻ്റെ അവിടെ മാതാവിൻ്റെ ലോക്കറ്റും ഉടമ്പടി പുസ്തകവും കാശ് രൂപ എല്ലാം വെച്ചിട്ട്, നേരത്തെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഇതെല്ലാം ബെഡിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് ഞാൻ കൊച്ചിനെ കിടത്തിക്കൊണ്ടിരുന്നത്. അന്ന് അസ്റ്ററിൽ എത്തിയപ്പോൾ ഞാൻ ഇതെല്ലാം അവിടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ട് ഈ ലോക്കറ്റിൻ്റെ, അതായത് ഉടമ്പടി കാശ് രൂപത്തിൻ്റെ മേളിൽ കൊച്ചിനെ കിടത്തി കഴിഞ്ഞ് കൊച്ചിനെ കിടത്തി അവർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. അവർ ഡോക്ടറെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം മാതാവിനോട് പറഞ്ഞു, ലോക്കറ്റ് നോക്കി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റില്ല, പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മറന്നു പോണേണ്, എൻ്റെ വീട്ടുകാരെങ്കിലും വിളിക്കുമ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല, ആ ഒരു അവസ്ഥയിൽ ഞാൻ എത്തിയിരിക്കണേണ്, എനിക്ക് മാതാവുള്ള കൂടെ എന്നെ സുഖപ്പെടുത്തി തരണം, നാളെ മുതൽ എനിക്ക് ബെറ്റർ റിസൾട്ട് തരണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, എങ്ങനെയുണ്ട് കൊച്ച്, ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, കൊച്ചിൻ്റെ പേരെന്താ? ഞാൻ പറഞ്ഞു നിവിനയാണ്. ഡോക്ടർ നീങ്ങി നിന്നിട്ട് കൊച്ചിൻ്റെ അടുത്ത് നിവിന എന്നങ്ങനെ 3-4 തവണ വിളിച്ചു. അത്ര നാൾ കണ്ണ് ചലിക്കാതെ ഉറങ്ങാതെ കിടന്നുവെച്ചാൽ കൊച്ച് ഇങ്ങനെ കണ്ണിങ്ങനെ ചലിക്കാൻ തന്നെയായിട്ട് തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിനെ കൊണ്ട് സംസാരിക്കണം. കോമ സ്റ്റേജിലേക്ക് ആയ കുഞ്ഞിനെ ഇനി സംസാരിക്കണം, നടത്തിക്കണം, ഭക്ഷണം കഴിപ്പിക്കണം, ഇതെല്ലാം നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടർ ഞാൻ ശ്രമിക്കുന്നുണ്ട്, എൻ്റെ മാതാവിനോട് ഞാൻ നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടി ഒത്തിരി ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇവിടെ കൃപാസനം മാതാവിൻ്റെ ആൾത്താരയിൽ വന്നിട്ട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, എന്നോട് പറഞ്ഞു വിഷമിക്കേണ്ട, എല്ലാം ഓക്കെ ആകും, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, മസ്റ്റായിട്ട് പറഞ്ഞ് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഡോക്ടർ പോയി കഴിഞ്ഞതിന് ശേഷം കൊച്ചിൻ്റെ മുഖത്ത് നോക്കിയിരുന്ന് നമ്മൾ തന്നെ സംസാരിക്കണമെന്നാണ് ഡോക്ടർ എന്നോട് പറയുന്നത്. ഓരോ കാര്യങ്ങൾ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ നമ്മൾ മുഖം നോക്കി സംസാരിക്കണം. ഞാൻ പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. കൊച്ച് കിടന്നപ്പോൾ മുതൽ ഞാൻ അവിടെ ചെയറിനകത്ത് ഇരുന്നിട്ട് ഞാൻ മുകളിലേക്ക് നോക്കിയിട്ട് മാതാവേ സംസാരിക്കണം, എനിക്കൊരു വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞ് അങ്ങനെ എത്രയും ദയുള്ള മാതാവിൻ്റെ പ്രാർത്ഥനയും പ്രത്യക്ഷണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ശബ്ദം, എൻ്റെ പിതാവേ എന്ന് പറഞ്ഞ് കൊച്ചു നിലവിളിച്ച് കരയണയാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ കൊച്ച് സംസാരിച്ചു, എൻ്റെ പിതാവേ എന്നാണ് ആദ്യം സംസാരിച്ചതെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം റൗണ്ട്സിന് വന്നപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്, ഇനി വേറെ മെഡിസിനൊന്നും വേണ്ട, ഇപ്പോൾ പോകുന്ന മെഡിസിൻ തന്നെ മതി, ഇനി ഉറങ്ങാനുള്ള മരുന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, തന്നെത്താനെ ആൾ ഉറങ്ങിക്കിട്ടണം, കാരണം ഈ 2 ആഴ്ചത്തോളം ആൾ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു വശത്തേക്കാണ് ഇങ്ങനെ കണ്ണെങ്കിൽ ആ വശത്തേക്ക് മാത്രം നോക്കുന്നുള്ളൂ. ആ ഒരു സ്റ്റേജിലായിരുന്നു മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ. ഇവിടെ എത്തിയതിന് ശേഷമാണ് ആളൊന്ന് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി മരുന്നുകളൊന്നും ഞാനായിട്ട് ഇനി വേറെ മരുന്നുകളൊന്നും സജസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് ഇനിയിപ്പോൾ ഉള്ള മരുന്ന് മാത്രം തുടർന്നുകൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇയാളെ, അതായത് മോളെ നടത്താനായിട്ട് നമ്മൾ തന്നെ കൊച്ചിനെ മുൻകൈ ചെയ്യിച്ച് എടുത്ത് നടത്തിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ ഡോക്ടറിനേക്കാളും ഹയർ ആയിട്ടുള്ളൊരു ഡോക്ടർ കൊച്ചിനെ കാണാനായിട്ട് വന്നു. അപ്പോൾ ഡോക്ടർ ഈ നിവിനയുടെ എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അസുഖങ്ങളും എല്ലാം ഈ ഹയർ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ എന്നെ കണ്ടപാടെ ചോദിച്ച്, കൊച്ചിൻ്റെ കഴുത്തേ കിടക്കണം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് മാതാവിൻ്റെ കൊന്തയാണ്, ഞങ്ങൾ ഈശ്വരവിശ്വാസികളായതുകൊണ്ട് തന്നെ മാതാവിൻ്റെ കൊന്ത ഇടുന്നുണ്ട്, ഞങ്ങൾക്ക് അതിൽ വിശ്വാസമാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു,
ഈ ഒരു കൊന്ത മോളുടെ കഴുത്തേ കിടക്കുന്നത് കൊണ്ടാണ് മോളിപ്പോൾ എഴുന്നേറ്റ് നടക്കുന്നത്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു എന്നോട്. അങ്ങനെ പിന്നീടുള്ള സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇനി ഭക്ഷണം കഴിക്കണം. ഇത് എല്ലാ ദിവസവും ഞാൻ മാതാവിൻ്റെ കാശുരൂപവും അതുമാത്രമല്ല കൊച്ചിൻ്റെ നെറ്റിയിൽ ഉടമ്പടി തൈലം 3 പ്രാവശ്യം ലേപനം ചെയ്ത് കൊടുക്കും. നാവിൽ 3 പ്രാവശ്യം തേൻ അങ്ങനെ പ്രാർത്ഥിച്ച് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് 4ാമത്തെ ദിവസം മുതൽ തന്നെ കൊച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നേക്കും ആസ്പത്രിയിൽ നിന്ന് ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു 3 മാസമുള്ള കൊച്ചിനെയാണ് ഞാൻ കയ്യിലേക്ക് തരുന്നത്. ആ സമയത്ത് ഇവൾക്ക് 7 വയസ്സാണ് ഉണ്ടായിരുന്നത്. ഡോക്ടർ എന്നോട് പറഞ്ഞു 3 മാസമുള്ള കുഞ്ഞിനെയാണ് കയ്യിലേക്ക് തരുന്നത്. ഇതിനെയൊക്കെ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തെടുക്കണം. ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് കയ്യിലേക്ക് കിട്ടുന്നത് അതേപോലെ ട്രെയിൻ ചെയ്യിച്ചെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വരുന്ന സമയത്ത് ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധനാഴ്ച ദിവസം സമ്പൂർണ്ണ ജപമാല ചെല്ലുന്ന ദിവസം. അങ്ങനെ ആ ഏരിയ മൊത്തം ഒരു ഭവനത്തിൽ കൂടി സമ്പൂർണ്ണ ജപമാല ചൊല്ലുന്ന രീതിയാണ് അവിടെ. അപ്പോൾ ബുധനാഴ്ച ദിവസമാണ് ഇവളെ ഡിസ്ചാർജ് ചെയ്തത്. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഞങ്ങളോട് പറഞ്ഞു നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്ക് സമ്പൂർണ്ണ ജപമാല ചെല്ലാമെന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്കൊരു മനസ്സിലൊരു ഉൾവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി ഇത്രയും നാൾ ഉറങ്ങാതിരുന്നിട്ട് കൊച്ചു ഉറങ്ങുന്ന സമയം കൂടിയാണ് അത്. അപ്പോൾ ആ സമയത്ത് പ്രാർത്ഥന എത്തിച്ചാൽ എങ്ങനെ അതെനിക്കത്ര ഇതായിട്ട് തോന്നിയില്ല. എങ്കിലും മറ്റ് ചെവിയിൽ എൻ്റെ അടുത്ത് ആരോ പറയുന്നു നീ ഈ പ്രാർത്ഥനയിൽ ഭക്തിപൂർവ്വം കരഞ്ഞ് പ്രാർത്ഥിക്കണമെങ്കിൽ നിൻ്റെ കൊച്ചിനെ ഞാൻ ഇന്ന് ഈ നിമിഷം ഞാൻ സുഖപ്പെടുത്തുമെന്ന് പറയണം. മറ്റൊരു ചെവിയിൽ നീ വേഗം തന്നെ മേളിൽ പോയി കൊച്ചിനെ കൊണ്ടുപോയി കിടത്തുന്ന പറയണേ. പക്ഷേ എന്ത് തീരുമാനിക്കണമെന്ന് എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഒരു 5 മിനിറ്റ് ഞാൻ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ മോളെ കൂട്ടി ഞാനിവിടെ പ്രാർത്ഥന എത്തിക്കാനായിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥനയിൽ ഞാൻ കണ്ണീരോടെ എൻ്റെ മോളെയും ഇരുത്തി പ്രാർത്ഥിച്ച് കൊച്ചിൻ്റേതായ ഇറിറ്റേഷൻ കാണിക്കുന്നുണ്ട്. ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവെ സുഖപ്പെടുത്തി തരണം. മാതാവ് പറഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ ഇരിക്കണം, കാരണം എന്നെ പ്രാർത്ഥിക്കണം, എൻ്റെ കുഞ്ഞിനെ എന്നെ എങ്ങനെയെങ്കിലും സുഖപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു. ആ പ്രാർത്ഥന കഴിഞ്ഞ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും മോള് നടക്കാത്തത് കൊണ്ട് തന്നെ ഹസ്ബൻഡിൻ്റെ ഫാദർ വന്നിട്ട് കൊച്ചിനെ എടുത്തുകൊണ്ട് ഞങ്ങളുടെ അവിടെ വീട്ടിൽ ആടിനെയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ ആടിനെ കാണിക്കാൻ വേണ്ടി കൊച്ചിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാനപ്പോൾ ചവറ് കളയാനായിട്ട് പുറത്തേക്ക് പോകണമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ കൊച്ച് 2 കൈയും കൂടി കൂട്ടിപ്പിടിച്ച് ആടിന് തീറ്റ കൊടുക്കുകയാണ്. അപ്പം ഞാൻ അപ്പച്ചനോട് എന്ന് വെച്ച് അപ്പച്ചനാണോ ഈ കൈ കൂട്ടി പിടിപ്പിച്ചത് അല്ലെങ്കിൽ കൊച്ച് തന്നെ പിടിച്ചതാണോ എന്ന് ചോദിച്ചു. കാരണം അപ്പച്ചനോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അപ്പച്ചൻ എന്നോട് പറഞ്ഞു നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ തന്നെയാണ് കൊച്ച് തന്നെയാണ് കൈ കൂട്ടിപ്പിടിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതേ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ മാതാവ് അത്ഭുതങ്ങൾ തരുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായി. അതിൻ്റെ ആദ്യത്തെ അത്ഭുതമാണ് ഇതെന്ന് പറഞ്ഞു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ കൊച്ച് നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. പിറ്റത്തെ ദിവസം മുതൽ നടക്കാൻ തുടങ്ങി. അങ്ങനെ 1 മാസത്തിനുള്ളിൽ തന്നെ കൊച്ചിന് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരികയും ഡോക്ടർമാർ പറഞ്ഞ് ഇത് മിറാക്കിളാണ്. സാധാരണ ഇങ്ങനെ ഇത്രയുള്ള ഒരു കോമ സ്റ്റേജിൽ നിൽക്കുന്ന കുട്ടി, അതായത് NMD എൻസെഫലിറ്റിസ് എന്നുള്ള രോഗം 8 മാസം അല്ലെങ്കിൽ 9 മാസം കഴിയുമ്പോഴാണ് കയ്യോ കാലോ അനക്കുന്നത്. ആ അവസ്ഥയിൽ നിന്ന് 1 മാസത്തിനുള്ളിൽ തന്നെ കൊച്ചിന് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് പറഞ്ഞു. ഇത് ഞാനും എൻ്റെ കുടുംബവും ഉറച്ച് വിശ്വസിക്കുന്നതാണ് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണെന്ന്. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് കൊച്ചിൻ്റെ ഇമ്മ്യൂണിറ്റി ലെവൽ താഴ്ന്നിരിക്കുന്നത് കൊണ്ട് തന്നെ രോഗങ്ങളൊന്നും വരാതെ സൂക്ഷിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നേക്കും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് ഉച്ചയ്ക്ക് 2:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കൊച്ചിന് കിടന്നുറങ്ങുന്ന സമയത്ത് തന്നെ വാ പൂട്ടാതെയുള്ള ചുമയാണ്. ചുമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചുമ. പിന്നെ ഷിവറിങ് ചെയ്യുന്നുണ്ട്, പനി നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ കൊച്ചിനെ മാതാവാണ് സുഖപ്പെടുത്തിയത്, ഇപ്പോഴും വീണ്ടും അസുഖം വന്നിരിക്കണേ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പനിയാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പനിയാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന്. ഞാൻ ആ സമയത്ത് മാതാവ് അപ്പം എൻ്റെ ചെവിട്ടിൽ പറയണേണ് നീ കരഞ്ഞ് പ്രാർത്ഥിക്കുക, 10 മിനിറ്റിനുള്ളിൽ ഞാൻ നിൻ്റെ കൊച്ചിനെ സൗഖ്യപ്പെടുത്തി തരാമെന്ന് പറയണേണ്. അങ്ങനെ ആ 7 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന് ആ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം മാതാവിൻ്റെ തൈലം കൊച്ചിൻ്റെ മേത്തൊക്കെ ഞാൻ പുരട്ടി കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൊച്ച് വേഗം ചാടി എഴുന്നേറ്റിട്ട് കുറേ അധികം കഫം അങ്ങോട്ട് കഫവും തുപ്പി വെട്ടി വേർത്ത് ഒരു 10 മിനിറ്റുള്ളിൽ തന്നെ മാതാവ് പറഞ്ഞ പോലെ തന്നെ പൂർണ്ണമായിട്ട് സവിക്കാൻ തന്നു. എനിക്ക് കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വന്നില്ല. ഇത് മാതാവിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് ഞാനും എൻ്റെ കുടുംബവും ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിൻ്റെ
സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ, അതായത് ഈ 2 കൊല്ലത്തോളം കൊറോണ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ സ്കൂളിൻ്റെ ബാക്ക് വേർഡ്സ് നമുക്ക് വരേണ്ടി വന്നില്ല. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം കൊച്ചിനെ സ്കൂളിൽ അയക്കുന്നതിന് ശേഷം എനിക്കൊരു ജോലി, അതായിരുന്നു പിന്നീട് എൻ്റെ ഒരു പ്രാർത്ഥന. അതിനായിട്ട് ജൂൺ മുതൽ ഞാൻ ഓരോ വാതിലും ഞാൻ മുട്ടിക്കൊണ്ടിരുന്നേച്ച്, പക്ഷേ എല്ലാം എന്നെ പിന്തള്ളുകയാണ് ചെയ്തത്. എനിക്കൊരു ജോലി കിട്ടണ്ടായിരുന്നില്ല. അവസാനം ഒരു സെപ്റ്റംബർ മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഫ്രണ്ട് യതിനെ വിളിച്ചിട്ട്, +2 ബാച്ചാണ് അവനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, യതിൻ എനിക്ക് ജോലി വേണം, നിനക്ക് എവിടെയെങ്കിലും ഒരു ജോബ് വേക്കൻസി ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് പറയാമോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ വൈഫിൻ്റെ ജോലി സ്ഥലത്ത് ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് 2 സ്റ്റാഫിനെ എടുത്തത്, ഇപ്പോൾ വേറെ വേക്കൻസി ഇല്ല, വേറെ എന്തെങ്കിലും വന്നെയാണെങ്കിൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് വേറെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് ജോലി ആയോ എന്ന് വെച്ച്. ഞാൻ പറഞ്ഞു, ആയിട്ടില്ല, മാധവനോട് പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ഇതാക്കിക്കൊണ്ട് ആൾ പറഞ്ഞു, നീ മാതാവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്നോ, മാതാവ് കൊണ്ടുവന്ന് തരാൻ പോകണേണല്ലോ ജോലി, താൻ പാതി ദൈവം പാതി എന്നാ പറയണേന്ന് പറയും. ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്നേ വരെ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യേണ്ടത്, എനിക്ക് ഇന്നേ വരെ തന്നേക്കുന്നതെല്ലാം മാതാവാണ്. ഞാൻ ചോദിച്ച സമയത്ത് എനിക്ക് അളവിൽ കവിഞ്ഞ അനുഗ്രഹം തന്നേക്കുന്നത് മാതാവാണ്. മാതാവിനെ ഞാൻ ഒരിക്കലും തള്ളി പറയില്ല, താൻ നോക്കിക്കോ, 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ കുറേ നേരം അങ്ങോട്ട് കരഞ്ഞിട്ട് മാതാവിൻ്റെ രൂപത്തെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, മാതാവെ കൈവിടരുത്, കൂടെ ഉണ്ടാവണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനെ തള്ളി പറയില്ല, എനിക്ക് തന്ന അനുഗ്രഹങ്ങളെല്ലാം മാതാവാണ്, ഞാൻ ഒരിക്കലും തള്ളി പറയില്ല, എൻ്റെ കൂടെ ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 3-ാമത്തെ ദിവസം യതിൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ ആർക്കെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ നീ അങ്ങനെയൊക്കെ പറയണേന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നേരത്തെ ജോലിക്ക് വന്നിരുന്നേച്ചാൽ 2 വ്യക്തി റിസൈൻ ചെയ്ത് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആർക്കും കൂടോത്രം ചെയ്തിട്ടില്ല, മാതാവിന് ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായി, അതാണ് മാതാവ് ഇടപെട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ്, നിനക്ക് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് പറ്റും, ഞാൻ വൈഫിൻ്റെ കോൺടാക്റ്റ് നമ്പർ തരാം, വൈഫ് നിനക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ബയോഡേറ്റ അന്നത്തേക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ 1 മാസം തന്നെ, അതായത് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ നേരിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടി, ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. ഇത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാനും എൻ്റെ കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് ഈ മാതാവിനോട് കൂടുതലായിട്ട് അടുത്തപ്പോഴാണ് കൂടുതലായിട്ട് പ്രാർത്ഥനയിലും സന്ധ്യാപ്രാർത്ഥനയിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും കാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം പങ്കെടുക്കാൻ സാധിച്ചത്. ഇപ്പോഴും പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി എപ്പോഴും മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 48-ാം തിരുവചനം മുതൽ നാം വായിക്കുമ്പോൾ, തോണി തുഴഞ്ഞ് അവശരായ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരുന്ന ഈശോ, പിന്നീട് നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക, ഈശോ അവരുടെ അടുത്തേക്കല്ല വരുന്നത്, അവരെ കടന്നു പോകാൻ ഭാവിക്കുകയാണ്. ശിഷ്യന്മാർ തോണി തുഴഞ്ഞ് അവശരാകുമ്പോൾ കർത്താവ് അവിടെ സഹായിക്കുന്നതിന് പകരം അവരെ കടന്നു പോകുന്നു. അവർ 4-ാം യാമത്തിൽ ആ തോണി തുഴഞ്ഞ് അവശരായ ശിഷ്യന്മാരെന്നാണ് തിരുവചനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുക. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളുടെയും ഒക്കെ 4-ാം യാമക്കാർ, അവർ കർത്താവ് അവരുടെ കൂടെ നടക്കുന്ന അനുഭവത്തിലേക്ക് പിന്നെ എങ്ങനെ അവർ വരുന്നു, അതാണ് അനുഭവ സാക്ഷ്യങ്ങളിലൂടെയൊക്കെ നമുക്ക് ഓരോ ദിവസവും ഇവിടെ പങ്കുവയ്ക്കപ്പെടുമ്പോൾ മനസ്സിലാവുക. തങ്ങൾക്ക് ഒരു ഭവനമൊക്കെ വേണമായിരുന്നു, ആ ഭവനമൊക്കെ ലഭിക്കുന്ന കാര്യവും അതിനുശേഷം തങ്ങളുടെ കുഞ്ഞിന് വന്ന അസുഖം, അതായത് NMDA എൻസെഫാലിസ് എന്ന അസുഖം. അപ്പോൾ അതുമൂലം ഈ കുട്ടിക്ക് എത്രമാത്രമാണ് അതിൻ്റെ പാർശ്വഫലങ്ങളൊക്കെ ഉണ്ടായിരുന്നത്, കുഞ്ഞ് എങ്ങനത്തെ ഒരു കണ്ടീഷനിലായി. അതായത് 7 വയസ്സുള്ള കുട്ടിയെ 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ പോലെ കയ്യിലേക്ക് തരുന്നു എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞുകൊണ്ട് ഈ ദമ്പതികൾക്ക് കൊടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തൊക്കെയാണെന്ന് സാക്ഷ്യത്തിൽ വളരെ വ്യക്തമായി നാം കേട്ടതാണ്. അതായത് ശരീരം മൊത്തം നിശ്ചലമാണ്, ഒരു വശം തന്നെ ചലനരഹിതമായതുപോലെ, കാഴ്ചയില്ല, സംസാരമില്ല, ഇതൊന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ആ കുഞ്ഞ് പോകുന്നു. പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നു, അതുപോലെ ജീവിതത്തിൽ ഒരു നിമിഷം അമ്മയോട് എല്ലാം പറഞ്ഞ് ഇതെന്തിന് എനിക്കിങ്ങനെ
എന്നൊക്കെയുള്ള ഒരു നിമിഷത്തിലേക്ക് വന്നതിന് ശേഷം പിന്നീട് നാം ഈ സാക്ഷ്യത്തിൽ തന്നെ കേൾക്കുന്നത് എനിക്ക് മാതാവ് തരും. അതായത് സ്വന്തം ജോലിയൊന്നുമില്ലാത്ത അവസരത്തിൽ എനിക്ക് മാതാവ് തരും. മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, മാതാവിന് ഞാനൊരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഈ അനുഭവസാക്ഷ്യം പറയുന്നവർ തന്നെ പറയുന്നതാണ്. അതായത് അത്രയേറെ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുകയാണ്. പരിശുദ്ധ അമ്മയല്ലാതെ ഇനി തങ്ങൾക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കുന്നതിന് വേറെ ആരും തങ്ങൾക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കേണ്ട. അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിച്ച് ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരും. ആ ഒരു ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനം തന്നെ എന്ന് നമുക്ക് പറയാം. അങ്ങനെ തന്നോട് മാതാവിനെക്കുറിച്ച് തനിക്ക് ആരോടൊക്കെ പറയാൻ പറ്റുമോ അവിടെയൊക്കെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ജീവിതാവസ്ഥ. പിന്നീട് എങ്ങനെ ജോലി ലഭിക്കുന്നു, കുഞ്ഞിൻ്റെ അസുഖം പരിപൂർണമായിട്ട് മാറുന്നു, കുഞ്ഞെങ്ങനെയാണ് പിന്നീട് 1 വർഷമൊക്കെ എടുക്കുമെന്ന് പറഞ്ഞത് 1 മാസം കൊണ്ടൊക്കെ എങ്ങനെ ആ കോമ സ്റ്റേജിൽ നിന്ന് ആ കുട്ടി റിക്കവറായി ഇന്ന് ഇവിടെ ആരോഗ്യത്തോടെ തങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ടുവന്ന് നിന്ന് ഈ മാതാപിതാക്കൾ സാക്ഷ്യം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ 4 യാമത്തിലാകാം ചിലപ്പോഴൊക്കെ നാമും. എന്നാൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറയാറുണ്ട്, അമ്മയെ നാം ഒരു പിടിവള്ളി പോലെ അമ്മയെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അവസാനത്തെ പിടിവള്ളി, ആ പിടിവള്ളി നമുക്ക് കിട്ടുമ്പോൾ നാം പിന്നീട് പുറകോട്ട് നോക്കാതെ എത്രയേറെ അമ്മയെ മുറുകെ പിടിക്കാൻ പറ്റുമോ അങ്ങനെ മുറുകെ പിടിച്ച് നാം മുമ്പോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കൂടെ ഈശോയുമുണ്ട്. നമുക്ക് പിന്നെ നാം ഒറ്റയ്ക്കല്ല. ആ ഒരു ധൈര്യമാണ് ജീവിതത്തിൽ കിട്ടി. പിന്നീട് ആ ഒരു നിലയില്ല കയം എന്ന് തന്നെ പറയാം. അതിൽ നിന്ന് നമുക്ക് മുൻപോട്ട് തുഴഞ്ഞ് ഇന്ന് ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാനൊക്കെ നമുക്ക് സാധിക്കുക. നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ കൂടുതൽ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ജീവിതം എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് നയിക്കുന്നതെന്ന് നമുക്ക് തന്നെ ഒന്ന് ആലോചിക്കാം. നമ്മെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് മാറ്റേണ്ട കാര്യങ്ങളൊക്കെ മാറ്റി തമ്പുരാനെ മുറുകെ പിടിച്ച് അമ്മയോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ അതുപോലെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനത്തോടെ മുമ്പോട്ട് പോകാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. യേശുവിനെ ആരാധിക്കാം. മഹത്വം